എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലായ സ്റ്റഡി ക്ലബിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരുടെയും പ്രിപ്പറേഷനും നന്നായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ കുഴപ്പമില്ലാതെ അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പറേഷനൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് SCERTൻ്റെ ക്ലാസ് ചെയ്യാം എന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിച്ചു പോകാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളിതിൽ കാണുന്നത് പോലെ ഞാൻ 5th SCERT സോഷ്യൽ സയൻസിൻ്റെ SCERT പാർട്ട് 1 ആണ് എടുക്കാൻ പോകുന്നത്. ഇതിൽ മൊത്തം 6 ചാപ്റ്റർ വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് പീലിയുടെ ഗ്രാമം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതിൽ പക്ഷേ ഞാൻ വായിച്ചിടത്തോളം കാര്യമായിട്ടുള്ള കണ്ടന്റുകളോ അറിവുകളോ നമുക്ക് PSC എക്സാമിന് വേണ്ട തരത്തിലുള്ളത് കണ്ടില്ല. നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ തൊട്ട് ഏതായാലും തുടങ്ങാം. ഭക്ഷണവും മനുഷ്യരും എന്നുള്ളതാണ് രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിലോട്ട് നമുക്ക് പോകാം. ഇതിൽ നിങ്ങൾക്ക് കാണാം, ഈ ഒന്നാമത്തെ ചാപ്റ്റർ ഞാൻ പറഞ്ഞതുപോലെ കുറേ കഥകളായിട്ടാണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഭക്ഷണവും മനുഷ്യരും എന്നുള്ളതാണ് രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ഒക്ടോബർ 16 കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഒക്ടോബർ 16 എന്ന് പറയുന്നത് ലോക ഭക്ഷ്യ ദിനമാണ്. ഇങ്ങനെയുള്ള ദിനങ്ങളും പ്രമേയങ്ങളും നമ്മൾക്ക് PSCക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ട്. ഒക്ടോബറിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സും അതിൻ്റെ തീമും എന്താണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിൽ ഭക്ഷ്യദിനത്തെക്കുറിച്ചും അതിൻ്റെ തീമും ഞാനതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഓർത്തിരിക്കുക ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമാണ് എന്നുള്ളത്. അതിനുശേഷം നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് തീ ഉൽപ്പാദിപ്പിച്ചത് മരങ്ങൾ തമ്മിൽ ഉരസിയിട്ടാണ്, അല്ലെങ്കിൽ കല്ലുകൾ തമ്മിൽ ഉരച്ചുകൊണ്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യരാദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗമാണ് നായ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതിനുശേഷം ആദ്യകാല കാർഷികോപകരണങ്ങളായിട്ട് കമ്പും കല്ലും ഒക്കെയാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനിയും ഇതിൽ നമുക്ക് ഒരു ഫാക്റ്റായിട്ട് നമുക്ക് എടുക്കാവുന്ന ഒരു കാര്യമാണ് ഗ്രാനറിയെക്കുറിച്ച് ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഗ്രാനറി എന്ന് പറയുമ്പോൾ ഗ്രേറ്റ് ഗ്രാനറി, നമ്മുടെ ഹാരപ്പൻ സംസ്കാരത്തിലെ ഗ്രേറ്റ് ഗ്രാനറി. നമുക്കറിയാം, സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ പ്രാചീന ഇന്ത്യയിലെ നദീതട സംസ്കാരമാണ്. ഇവിടെ ഉള്ളതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിലൊന്നായിരുന്നു ഈ ധാന്യപുര അല്ലെങ്കിൽ ഗ്രേറ്റ് ഗ്രാനറി എന്ന് പറയുന്നത്. അത് ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചതാണ്. ഈ ഗ്രേറ്റ് ഗ്രാനറി എന്ന് പറയുന്നത് നമ്മൾ കണ്ടെടുത്തത് മോഹൻജൊദാരോയിൽ നിന്നാണെന്ന് കൂടി ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ വിദൂര ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ധാന്യങ്ങൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരുന്നത് ആ കാലഘട്ടത്തിൽ. പിന്നീട് ഈ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ദക്ഷിണേന്ത്യയിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോക്സ് ഉണ്ട്. ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഏകദേശം 1500 വർഷങ്ങൾക്ക് മുൻപ് ദക്ഷിണേന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം നിലനിന്നിരുന്നതായിട്ട് സംഘകാല കൃതികളിൽ സൂചിപ്പിച്ചിട്ടുണ്ടെന്നാണ്. സംഘകാല കൃതികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ട്. 1810, അകനാനൂറ്, പുറനാനൂറ്, 18 കീഴ്ക്കണക്ക്, ഐങ്കര് നാനൂറ്, അങ്ങനെയുള്ള സംഘകാല കൃതികളെക്കുറിച്ച് നമുക്കറിയാം. അപ്പം അത്തരം കൃതികളിൽ നിന്നാണ് നമുക്ക് ഈ ഒരു കാര്യം അറിയാൻ സാധിക്കുന്നത്. അതായത് ദക്ഷിണേന്ത്യയിൽ 1500 വർഷങ്ങൾ മുൻപ് നമുക്കെന്താണ് ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം നിലനിന്നിരുന്നു എന്നത്. ഇവിടെ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, തിണ സമ്പ്രദായമുണ്ടല്ലോ. അപ്പോൾ ഈ തിണ സമ്പ്രദായത്തിൽ ഇപ്പോൾ വനപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അവർ വെജിറ്റബിൾസും കാര്യങ്ങളുമൊക്കെ തീരപ്രദേശത്തുള്ളവർക്ക് കൊടുക്കുന്നു. തീരപ്രദേശത്തുള്ളവർ ഉണക്ക മത്സ്യങ്ങൾ അല്ലെങ്കിൽ ഉപ്പ് തുടങ്ങിയവ വനപ്രദേശത്തുള്ളവർക്ക് കൈമാറ്റം ചെയ്യുന്നു. ആ ഒരു കാര്യമാണ് ഈ ഒരു ബോക്സിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ബാർട്ടർ സമ്പ്രദായത്തെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുൻപ് നിലനിന്നിരുന്ന സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന വ്യവസ്ഥയാണ് എന്നുള്ളത്. ശേഷം നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് പണ്ട് റോമക്കാരുമായിട്ടും ജൂതരുമായിട്ടും ചൈനക്കാരുമായിട്ടുമൊക്കെ വ്യാപാര ബന്ധം ഉണ്ടായിരുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ PSCയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്ന കേരള ഹിസ്റ്ററിയുടെ പാർട്ടിൽ. അതിൽ വാസ്കോഡ ഗാമ നമുക്കറിയാം. ഗാമയെക്കുറിച്ച് മുന്നോട്ട് പോകുന്ന SCERTകളിലും കൂടുതലായിട്ട് അദ്ദേഹത്തിൻ്റെ കടന്നുവരവിനെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോഡ ഗാമ തിരികെ യൂറോപ്പിലേക്ക് പോയപ്പോൾ യാത്രാ ചെലവിൻ്റെ 60 ഇരട്ടി വിലയുടെ ചരക്കുകൾ കൊണ്ടുപോയിരുന്നതായിട്ട് ചരിത്രരേഖകളിൽ പറയുന്നുണ്ടെന്നാണ്. അപ്പോൾ 60 ഇരട്ടിയാണ് യാത്രാ ചെലവിൻ്റെ 60 ഇരട്ടിയുമായിട്ടാണ് പോയത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് നമ്മുടെ മാനുവൽ രാജാവ് വാസ്കോഡ ഗാമയ്ക്ക് ഡോം പദവി നൽകുന്നത്. വാസ്കോഡ ഗാമ യാത്ര തിരിക്കുന്നത് ലിസ്ബണിൽ നിന്നാണ്. സാവോ ഗബ്രിയൽ അല്ലെങ്കിൽ സെൻറ്റ് ഗബ്രിയലിലാണ് അദ്ദേഹത്തിൻ്റെ യാത്ര
ആരംഭിക്കുന്നത്. പിന്നീട് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ, പിന്നീട് മലിന്ദി തുറമുഖത്ത്, അതിനുശേഷം നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. കേരളത്തിൽ സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ നമുക്കറിയാം പന്തലാങ്ങിനി കടപ്പുറത്ത് ചേമഞ്ചേരി പഞ്ചായത്തിലാണ് എത്തിയതെന്നുള്ളത്. അപ്പം ഞാൻ വാസ്കോഡ ഗാമയെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് അത് കാണാം കേട്ടോ. ഇനിയും ഇവിടെ കുട്ടികൾക്ക് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്, നമുക്കും കൂടി അത് ഏതായാലും ചെയ്യാം. അപ്പോൾ അതിനു മുൻപ് ഇവരിവിടെ തന്നിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരയ്ക്കയുടെ ജന്മദേശം എന്ന് പറയുന്നത് മെക്സിക്കോയാണ്. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് പേരയ്ക്കയാണ്. അപ്പം ഇത് ഇന്ത്യയിലേക്ക് എത്തിച്ചത് പോർച്ചുഗീസുകാരാണ്. വൈറ്റമിൻ എ, ബി, സി തുടങ്ങിയവ പേരയ്ക്കയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉഷ്ണമേഖലയിലെ ആപ്പിൾ പേരയ്ക്കയാണെന്ന് ഓർത്തിരിക്കുക. പിന്നീട് ഇവിടെ ഈ ഒരു കോളം ഫില്ല് ചെയ്യാൻ തന്നിട്ടുള്ളത് മരച്ചീനിയാണ്. മരച്ചീനി ബ്രസീലാണ് അതിൻ്റെ ജന്മദേശം. ബ്രസീൽ എന്ന് പറയുമ്പോൾ സ്പെസിഫിക് നമ്മൾ സൗത്ത് അമേരിക്കയാണ് അതിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത്. കസാവ പ്ലാന്റ് എന്നും അറിയപ്പെടുന്നു. ഇവിടെ ഇങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ പപ്പായയുണ്ട്. പപ്പായയുടെ ജന്മദേശം സെൻട്രൽ അമേരിക്കയാണ്. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നീട് കൈതച്ചക്കയും ബ്രസീലും പരാഗ്വയും ഒക്കെയാണ്, അതായത് സൗത്ത് അമേരിക്കയാണ്. പിന്നീട് ഉരുളക്കിഴങ്ങ്, സൗത്ത് അമേരിക്കയാണ് അതിൻ്റെ നേറ്റീവ് അല്ലെങ്കിൽ അതിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത്. അതിനകത്ത് വൈറ്റമിൻ സിയും B6 ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആയി. അതിനുശേഷം നമ്മൾ പോകുന്നത് മിശ്രഭോജനത്തെക്കുറിച്ചാണ്. സഹോദരൻ അയ്യപ്പൻ അദ്ദേഹം നടത്തിയ മിശ്രഭോജനത്തെക്കുറിച്ചാണ്. ഒരു കാലഘട്ടം ജാതീയമായിട്ടുള്ള വലിയ തരത്തിലുള്ള അസമത്വങ്ങൾ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ആർക്കും ഒരുമിച്ചിരുന്ന താഴ്ന്ന ജാതിക്കാർ, ഉയർന്ന ജാതിക്കാരെന്നൊക്കെയുള്ള എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള കുറേ വേർതിരിവുകൾ നിലനിന്നിരുന്നൊരു കാലഘട്ടത്തിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സാഹചര്യം പോലും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പോരാട്ടമാണ് മിശ്രഭോജനം എന്ന് പറയുന്നത്. 1917 മെയ് 29 മിശ്രഭോജനം നടന്നത്. അദ്ദേഹം വിവിധ ജാതിക്കാരെ ഒരുമിച്ചിരുത്തി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ ചേറായിലാണ് മിശ്രഭോജനം സംഘടിപ്പിച്ചത്. അപ്പോൾ എറണാകുളം ജില്ലയിലെ ചേറായിൽ എന്ന് നടന്നു? 1917 മെയ് 29 മിശ്രഭോജനം നടന്നതെന്ന് ഓർത്തിരിക്കും. ഇനി ബംഗാളിലെ ഭക്ഷ്യക്ഷാമത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ മോഡേൺ ഇന്ത്യ പഠിച്ച് തീർന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോഡേൺ ഇന്ത്യ പഠിച്ച സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കുറേ ഫമൈൻ കമ്മീഷൻസ് ഫോം ചെയ്യുന്നതും. ഫമൈൻ്റെ സമയത്ത് ബ്രിട്ടീഷുകാർ കാര്യമായിട്ട് അല്ലെങ്കിൽ കാര്യക്ഷമമായിട്ടൊന്നും അതിൽ ഇടപെടാതിരിക്കുകയും അല്ലെങ്കിൽ അത് കണ്ടില്ലെന്ന് നടിക്കുകയും ഒക്കെ ചെയ്യുകയും അതിൻ്റെ പേരിൽ ആളുകൾ ബുദ്ധിമുട്ടുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ ഇവിടെ 1943 ബംഗാളിലുണ്ടായ ഭക്ഷ്യക്ഷാമത്തെക്കുറിച്ച് പറയുകയും അതിൽ 30 ലക്ഷം പേര് പട്ടിണി മൂലം മരണപ്പെട്ടതിനെക്കുറിച്ചും പ്രതിപാദിച്ചിട്ടുണ്ട്. ഇനിയും താഴോട്ട് വരുമ്പോൾ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് വരുന്നത് 2013 ഈ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഇപ്പോൾ ഉള്ള പൊതുവിതരണ സംവിധാനമൊക്കെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നതെന്ന് കൂടി ഓർത്തിരിക്കുക. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യം. അത് പേരിൽ തന്നെയുണ്ട്. അപ്പോൾ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013 ഓർത്തിരിക്കുക. ഇനിയും 2023 കുറിച്ച് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം എന്നാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർദ്ദേശപ്രകാരമാണ് 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ചെറുധാന്യങ്ങളുടെ ഉൽപ്പാദനം, അതിൻ്റെ വിൽപ്പന, അത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഉപഭോഗം അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ജോവർ, റാഗി, വരക, തിന തുടങ്ങിയവ ചെറുധാന്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഇവിടെ ഈ 2023 എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ UN സൈറ്റിൽ നോക്കുമ്പോൾ ഇതുപോലെ ഓരോ വർഷങ്ങളും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. അതിലിപ്പോൾ ഞാൻ 2025 എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ടെന്ന് കൂടി ഒന്ന് പറഞ്ഞു പോകാം. ഓൾറെഡി അറിയാമെങ്കിൽ കേട്ടിരിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് കുറിച്ച് പോയാലും നല്ലതായിരിക്കും. 2025 എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ് എന്നും, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേഷ്യേഴ്സ് പ്രിസർവേഷൻ എന്നും, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പീസ് ആൻഡ് ട്രസ്റ്റ് എന്നും, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി എന്നും അറിയപ്പെടുന്നുണ്ട്. ഞാനൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ്, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേഷ്യർ പ്രിസർവേഷൻ, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പീസ് ആൻഡ് ട്രസ്റ്റ്, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പം ഇത്തരം കാര്യങ്ങളുണ്ട്. ഇതുപോലെ ഓരോ വർഷത്തെക്കുറിച്ചും നമുക്ക് സൈറ്റിൽ നോക്കിയാൽ അറിയാം. മുന്നോട്ട് വരുന്ന വർഷങ്ങളും ഏതൊക്കെയാണെന്ന് കൂടി അതിൽ സൈറ്റിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. പിന്നീട് അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് തൊഴിൽ വൈവിധ്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ചാപ്റ്റർ 3 തൊഴിൽ വൈവിധ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിലോട്ടൊന്ന് പോകാം. അപ്പോൾ ഈ തൊഴിൽ വൈവിധ്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു കവിത ആദ്യം കൊടുത്തിട്ടുണ്ട്.
അത് ഒരു ചോദ്യം ഉത്തരം എന്നുള്ള തരത്തിലാണ്. ചോദ്യം ഇങ്ങനെയാണ്: പഠിപ്പു തീർന്നാൽ പള്ളിക്കൂടം വിട്ടു കഴിഞ്ഞെന്നാൽ പറയുക പിന്നീടെന്തൊരു പണിക്കു പോകും നീ. അപ്പം ഈ കവിത എഴുതിയത് NV കൃഷ്ണവാര്യരാണെന്ന് ഓർത്തിരിക്കുക. NV കൃഷ്ണവാര്യരുടെ കവിതയാണ് പഠിപ്പു തീർന്നാൽ എന്ന് ഉള്ളത്. അതിനുശേഷം ഇവിടെ കൂലി, ശമ്പളം തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ തന്നെ പ്രത്യേകം ഡിഫൈൻ ചെയ്യുന്നുണ്ട്. നമുക്കറിയുന്ന കാര്യമാണെങ്കിലും ഒന്ന് പോയേക്കാം. വരുമാനത്തിനായിട്ട് ഒരു വ്യക്തി കായികമായോ ബൗദ്ധികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിലെന്ന് പറയുന്നത്. അപ്പോൾ തൊഴിലിൻ്റെ പ്രതിഫലം, നമ്മൾ ചെയ്യുന്ന ജോലിയുടെ പ്രതിഫലം എന്ന് പറയുന്നത് കൂലിയായിട്ടോ ശമ്പളമായിട്ടോ ലഭിക്കുന്നു. അപ്പോൾ കൂലി എന്താണ്, ശമ്പളം എന്താണ്? ഇതിൽ കൂലി എന്ന് പറയുന്നത് കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളികൾക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി. അതായത് ഇത്ര മണിക്കൂർ ഇന്ന് ഈ ജോലി ചെയ്യണം എന്ന് ഉള്ള അല്ലെങ്കിൽ ഒരു 10 ദിവസത്തേക്കാണ് ഈ ഒരു ജോലി ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ജോലിക്ക് കൊടുക്കുന്നതാണ് കൂലി എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ ഗവൺമെൻറ് ജോലികൾ പോലുള്ളവ പ്രതിമാസാടിസ്ഥാനത്തിൽ ശമ്പളം കിട്ടുന്ന, പ്രതിമാസാടിസ്ഥാനത്തിൽ വരുമാനം കിട്ടുന്ന ജോലികളാണ് അത്തരം വരുമാനമാണ് ശമ്പളം എന്നറിയപ്പെടുന്നത്. ഇവിടെ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണ് ശമ്പളം എന്ന് പറയുന്നത്. ഇനിയും ആസ്തികളെക്കുറിച്ച് പറയുന്നുണ്ട്. വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളാണ് ആസ്തികൾ എന്ന് അറിയപ്പെടുന്നത്. കെട്ടിടങ്ങൾ, വസ്തുവകകൾ തുടങ്ങിയവ ആസ്തികൾക്ക് ഉദാഹരണമാണ്. ഈ ഒരു ബോക്സാണ് പറഞ്ഞത്. SCERTയിലെ ഈ 5th ആയതുകൊണ്ടാണ് ഞാൻ കൂടുതലും ബോക്സിൽ ഫോക്കസ് ചെയ്ത് പറയുന്നത്. അല്ലാതുള്ളത് വായിച്ചപ്പോൾ എൻ്റെ ശ്രദ്ധയിൽ ഒരുപാട് ഫാക്ട്സ് പെട്ടിട്ടുണ്ടായിരുന്നില്ല. മുന്നോട്ട് പോകുന്ന SCERTകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബോക്സുകളല്ലാതെയും അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫാക്ട്സുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി ഇവിടെ വരുമാന സ്രോതസ്സുകൾ, വരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. കൃഷിക്കാണെന്നുണ്ടെങ്കിൽ വരുമാനം കിട്ടുന്ന വിളയിൽ നിന്നാണ്. ബിസിനസ് കിട്ടുന്നതിൽ ലാഭം, കൃഷിക്ക് വരുമാനമായിട്ട് കിട്ടുന്ന വിള, പിന്നെ ബാങ്കിൻ്റെ നിക്ഷേപത്തിന് നമുക്ക് പലിശ കിട്ടും, ആസ്തികളിൽ നിന്ന് വാടക, പാട്ടം തുടങ്ങിയവ കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിലെ അതായത് ഇവിടെ കാർഷിക തൊഴിലുകൾ എന്ന് പറഞ്ഞിട്ടുള്ള കാർഷിക തൊഴിലുകൾ, കാർഷികേതര തൊഴിലുകൾ 2 ബോക്സാണ്. അപ്പോൾ അതിൽ ഈ ഒരു ബോക്സിൽ കാർഷിക തൊഴിലുകൾ എന്നുള്ള ബോക്സിൽ ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളിൽ 46.5% പേർ കൃഷിയിലും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതായത് കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നു. ഇത് 2022-23 ഇക്കണോമിക് റിവ്യൂവിൽ നിന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നീട് കാർഷിക തൊഴിലുകൾ ഉൾപ്പെടാത്ത എല്ലാവിധ തൊഴിലുകളെയുമാണ് നമ്മൾ കാർഷികേതര തൊഴിലായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. അതായത് ബിസിനസ്, ബാങ്കിങ്, അധ്യാപനം തുടങ്ങിയവ. അപ്പോൾ ഈ ഒരു ഡേറ്റ ഒന്ന് ഓർത്തിരിക്കണം. ഇന്ത്യയിലെ മൊത്തം ഇത് 2022-23 പുതിയ ഡേറ്റ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് പോകാം. ഒരു SCERT ഫാക്ട് എന്ന നിലയിലാണ് ഇത് നമ്മളിവിടെ കൂടുതലായിട്ടും പറയുന്നത്. ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളിൽ 46.5% പേർ കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. ശേഷം നമ്മൾ വരുമ്പോൾ ഇവിടെ ബോക്സല്ല, ഈ ഒരു ഞാൻ ഈ വരച്ച് ഇട്ടേക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ അറിയാം. ഏതെങ്കിലും ഒരു തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതിനെയാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. നമ്മുടെ സ്വയം തൊഴിലിൻ്റെ ഒരു ഡെഫിനിഷനായിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അതായത് ആരുടെയും കൺട്രോളിലൊന്നും ആയിരിക്കത്തില്ല, സ്വന്തമായിട്ട് സാമ്പത്തിക പ്രവർത്തനങ്ങളിലൂടെ ഉപജീവനം നടത്തുന്നു. അപ്പോൾ ഈ സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ സംരംഭം, അവർ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കുമല്ലോ അവർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സംരംഭത്തിൻ്റെ ഉടമസ്ഥതയും അവർക്കായിരിക്കും. അതേസമയം തന്നെ അവരുടെ തൊഴിലാളികളുടെ ഉത്തരവാദിത്തങ്ങളും അവർ നിർവഹിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പം സ്വയം തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ഡെഫിനിഷൻ കൂടി ശ്രദ്ധയിൽപ്പെട്ടപ്പോഴെന്ന് പറഞ്ഞതാണ്. ഇനി ഇവിടെ ഇതിൽ നമുക്കറിയാം PSCയിൽ ഇങ്ങനെ ഗവൺമെൻറ് സ്കീമുകളെക്കുറിച്ച് കുറേയധികം ചോദ്യങ്ങൾ വരാറുണ്ടെന്ന്. എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് മുന്നേ വന്നിട്ടുള്ള പ്രിസൺമാൻ്റെ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയപ്പോഴായിരുന്നു തോന്നുന്നു കുറേ സ്കീമുകൾ കൊടുക്കുന്നു. അതോ മറ്റേതെങ്കിലും എക്സാം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം. പൊതുവേ PSC എക്സാമുകളുടെ ക്വസ്റ്റ്യനിലെല്ലാം തന്നെ ഇത് കാണും. പക്ഷേ എങ്കിലും അന്ന് ഞാൻ ആ ക്വസ്റ്റ്യനിൽ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതായാലും നമുക്കിതൊന്ന് നോക്കാം. സ്വയം തൊഴിൽ പദ്ധതികളെന്ന് പറയുന്നത് അതിലൊന്നാണ് നവജീവൻ പദ്ധതി എന്ന് പറയുന്നത്. അതിൻ്റെ ഗുണഭോക്താവായിട്ട് വരുന്നത് മുതിർന്ന പൗരന്മാരാണ്. നമുക്ക് തെറ്റിപ്പോകാം ചിലപ്പോൾ. നവജീവൻ എന്നൊക്കെ കേൾക്കുമ്പോൾ ശിശുക്കൾ വല്ല ഓപ്ഷനിലുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക്
അബദ്ധവശാൽ കുത്തിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നവജീവൻ പദ്ധതി എന്ന് പറയുന്നത് മുതിർന്ന പൗരന്മാരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൻ്റെ ഗുണഭോക്താക്കൾ മുതിർന്ന പൗരന്മാരാണ്. ഇനിയും സ്വയം തൊഴിൽ പദ്ധതിയിൽ കൈവല്യാണ് വരുന്നത്. കൈവല്യ എന്ന് പറയുന്നത് അതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരാണ്. പിന്നീട് വരുന്ന ശരണ്യ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് വനിതകളാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ ഫാക്റ്റ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. 4ാമത്തെ ചാപ്റ്റർ മുതൽ നമുക്ക് അടുത്ത വീഡിയോയിൽ എടുക്കാം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. ക്ലാസ് എടുക്കുന്നതിലെ തെറ്റുകുറ്റങ്ങളോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും രീതിയിൽ എടുക്കണമെന്നുള്ളതോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ശരി എന്നാൽ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.